യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ട്രെയിൻ നമ്പർ 1634 മംഗലാപുരത്ത് നിന്നും കോട്ടയം വഴി തിരുവനന്തപുരം വരെ പോകുന്ന മംഗലാപുരം തിരുവനന്തപുരം ഒന്നാമത്തെ മോനെ മോനെ പപ്പ അലക്സേ, നീ വന്നല്ലേ? വൈകുന്നേരം കൂടണ്ടേ? എടാ ഞാൻ വിളിക്കാവേ, ഞാൻ വിളിക്കാം. ഓ, എടീ മെമ്പർ ഷായിച്ചേട്ടൻ വരുന്നുണ്ട്, ഞാൻ വൈകിട്ട് വിളിക്കാം. ആ മോനെ എപ്പോ വന്നു? അവധിക്ക് വന്നതാണോ അതോ തീർത്തു പോന്നാണോ? പെൻഷനായി തീർത്ത് വന്നത്. അപ്പൊ മോനെ അലക്സേ, പപ്പ എന്തി? ജോസേട്ടൻ പപ്പ പുറത്തേക്ക് പോയിക്കോ, ഇപ്പൊ വരും. അപ്പൊ നമ്മുടെ കൃഷിഭവനിലെ തെങ്ങിൻ തൈ ഇരിപ്പുണ്ട്, അത് ആധാറിന്റെ കോപ്പിയായിട്ട് പോയി വാങ്ങാൻ പറയണം. അപ്പൊ ഞാനിതൊന്ന് പറയാൻ വേണ്ടി സൂചിപ്പിച്ചാ. അപ്പൊ ശരി. ആ കാപ്പി. ആ നീ ഭാവി പരിപാടി എന്നാ? പപ്പ, സ്പോർട്സ് ഫോൺ എന്നൊരു കമ്പനി ഞാൻ ജോലി കയറിയിട്ടുണ്ടേ, അതാ. ആണോ? ആ അതെവിടെയാ? അത് ഓൺലൈൻ ആയിട്ടുള്ള പ്ലാറ്റ്ഫോമാ. അതിനകത്ത് കോച്ചായിട്ട് നമുക്ക് ജോലി ചെയ്യാം. ആ മോനെ, എന്നാ വന്നേ? എന്നാ പോന്നേ? ഞാനിവിടെ ഉണ്ട് ചേട്ടാ. ആനീഷ് സാറേ. ആ അലക്സ, നീ വന്നോ? എങ്ങനെയുണ്ട് റിട്ടയർമെന്റ് ലൈഫൊക്കെ? സാറേ എന്നാ പറയണ സാറേ, എൻ്റെ കൂടെ ആ റിട്ടയർഡ് വന്ന നോറടിക്കാരനില്ല സാറേ, അവന് കിട്ടി സ്വീകരണം ഒന്ന് കാണണം. എന്തെല്ലാം ബഹുമതികളോടെ ആ വില്ലേജുകാരെ സ്വീകരിച്ചത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. പിന്നെ നമ്മുടെ ഇവിടെ അങ്ങനെ നടക്കുമോ ചിന്തിക്കാൻ പറ്റത്തില്ല. ആ അതൊക്കെ അങ്ങനെയാടോ, നമുക്ക് നേരി കാണുമ്പോ സംസാരിക്കാം. ആ ഇനി മുന്നോട്ടെന്നാ പ്ലാൻ? ആ സാറേ, ഞാൻ സാറിനോട് സൂചിപ്പിച്ചില്ലായിരുന്നോ സ്പോർട്സ് ഫോൺ എന്നൊരു ആപ്പിനെ കുറിച്ച്? സാറേ, ഒരു കോച്ചിങ്ങിനുള്ള ആപ്പാണ് സ്പോർട്സിന്റെ, അതിലേക്ക് ഞാനിപ്പോൾ ജോയിൻ ചെയ്തേക്കുവാണ്. ആ സാറും കോച്ചല്ലേ? സാറ് അത്ലറ്റിക് കോച്ചാണല്ലോ, സാറിനും കയറാമല്ലോ ഇതില്. ആ ഇതെന്ന് പറയുമ്പോൾ അത്ലറ്റിക്കിനും സ്പോർട്സ് കോച്ചിനുമുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഇതില്. ഓൺലൈനായിട്ടും ഓൺ കറണ്ട് ആയിട്ടും ഇതിനകത്ത് നമുക്ക് ട്രെയിനിങ് കൊടുക്കാൻ പറ്റും, കോഴ്സായിട്ടും ചെയ്യാൻ പറ്റും സാറേ. ഗ്രൂപ്പ് സെക്ഷനും ഉണ്ട്, ഇൻഡിവിജ്വൽ സെക്ഷനും ഉണ്ട്. ബാക്കി കാര്യങ്ങൾ നമുക്ക് നേരിട്ട് കാണുമ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം സാറേ. നമുക്ക് വൈകിട്ട് കാണുമ്പോ സംസാരിക്കാം.
അളിയ പട്ടാളം വന്നു. പട്ടാളം വന്നു, ഇനി എല്ലാം ഹാപ്പിയായി. എടാ എനിക്ക് ഈ പ്രാവശ്യം 4 കുപ്പി വേണം കേട്ടോ. എടാ ചുമ്മാ വേണ്ട, പൈസ ആരാ? നിങ്ങൾ തന്നെ വേറെ ഒന്നും ചോദിക്കാനില്ലേ? എന്നാ ഒരു കാര്യം ചെയ്യാ, നീ അവിടെ വെടിവെച്ച കാര്യം ചോദി. ഓ, ഒരു രാജസ്നേഹി വന്നിരിക്കുന്നു. എടാ അവയെ കുപ്പി ഉണ്ടെങ്കിൽ എടുക്ക്. ഒരു കുപ്പിയില്ല, ഒരു ഒലക്കയുമില്ല. ബാ. ഡാ. എന്ത് പറ്റിയടാ? എന്താ അവന്മാര് പിണങ്ങിപ്പോയെ? എന്റെ പൊന്നു സാറേ, റിട്ടയർഡ് വന്നേളൂ, അതിനും അവരെ കുപ്പി. അത് ശരി. ഇനി എന്നൊക്കെ കേൾക്കാൻ കിടക്കുന്നു. സെക്യൂരിറ്റിക്ക് പോകുന്നില്ലേ, ജോലി ആയില്ലേ? ഞാൻ ഇതൊക്കെ എത്ര കേട്ടതാ. സാറേ എന്താ ഇവിടെ ഇങ്ങനെ എല്ലാവരും? സാറിന് അറിയാലോ നമ്മുടെ പട്ടാളത്തിലെ സർവ്വധർമ്മസ്ഥലം. അവിടെ എല്ലാ ജാതിക്കാരും മതസ്ഥരും എല്ലാം ഒരുമിച്ചിരുന്ന് ഒരു ചുവരിനുള്ളിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് പോലുള്ളത് ഇവിടെയുള്ളവർക്ക് ചിന്തിക്കാൻ പറ്റുമോ? എന്നും വിദ്വേഷവും വെറുപ്പും മാത്രമേ ഉള്ളൂ ഇവിടെ. എടാ അലക്സേ, നമ്മുടെ പട്ടാളത്തിലെ പോലെ നേരെ വാ നേരെ പോ എന്നുള്ള രീതിയല്ല ഇവിടെ. ഇവിടെ നമ്മൾ ഒഴുക്കിനനുസരിച്ച് നീന്തണം, എന്നാലേ മുമ്പോട്ട് പോകാൻ പറ്റൂ. അതൊക്കെ നിനക്ക് പതിയെ മനസ്സിലായിക്കോളൂ. ഡാ എന്തിയോ കുപ്പി? എന്നാടാ മറ്റവനെ നിന്റെ പൈസ? സംസ്ഥാനങ്ങളെ പോലെ റിട്ടയർഡായി വരുന്ന ജവാന്മാരെ സ്നേഹാദരവോടെ സ്വീകരിക്കുക എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാ ജവാന്മാർക്ക് വേണ്ടിയും ഈ ചിത്രം സമർപ്പിക്കുന്നു. ജയ് ഹിന്ദ്.